ചെമ്പരത്തി. സ്റ്റോറി എസ്.കെ. വടക്കൻ. വൈകിട്ട് 7 മണിക്കാണ് നാടൻ തുടങ്ങിയെന്ന് ടിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. ഓഡിറ്റോറിയത്തിലെ സ്പീക്കറിലൂടെ മലയാള ഗാനങ്ങൾ ഒഴുകി വന്നുകൊണ്ടിരുന്നു. അത് വളരെ അകലെ വെച്ച് തന്നെ കേൾക്കാൻ സാധിച്ചു. ഓഡിറ്റോറിയത്തിനുള്ളിൽ ആളുകൾ ഒരുവിധം മുഴുവനായി തന്നെ എത്തിച്ചേർന്നിരുന്നു. എനിക്ക് ലഭിച്ച സീറ്റിന് തൊട്ടരികിലായി ഒരു സ്ത്രീ ഇരുന്നിരുന്നു. അവരെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ജോൺ അല്ലേ? അതിശയത്തിൽ തന്നെ ഞാൻ അവരെ നോക്കി. ഒരു പിടിയും കിട്ടിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഞാൻ ഖുഷ്ബു, നമ്മൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. ഖുഷ്ബു, സോറി, എനിക്ക് എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു തോന്നുന്നു. ഞാൻ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ പേര് കമറുന്നീസ എന്നായിരുന്നു. ആ, അങ്ങനെ പറ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വെളുത്തുമലിഞ്ഞ് കണ്ണുകളിൽ സ്വന്തം എഴുതി തലയിൽ തട്ടുമിട്ട് വിരാറുള്ള സുന്ദരി പെൺകുട്ടി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് തന്നെ. ഹസ്ബൻഡ്? ഞാൻ ചോദിച്ചു. അദ്ദേഹം മരിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ജോണിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമ്മുടെ സീനിയറായി ഇക്കണോമിക്സിൽ പഠിച്ചിരുന്ന രാഷ്ട്രപ്രവർത്തനായിരുന്നു. ജോൺ പഠിക്കുമ്പോൾ നാടക നടനായിരുന്നല്ലോ. ഞാൻ തലയാട്ടി സമ്മതിച്ചു. ആ സമയത്താണ് ബെല്ല ശബ്ദിച്ചത്. പിന്നെ നാടകത്തിലായി ശ്രദ്ധ. തിരക്കേടുണ്ടായിരുന്നില്ല. നാടകം അവസാനിച്ച് ലൈറ്റുകൾ തെളിഞ്ഞു. വീണ്ടും ഖുഷ്ബുവുമായി സംസാരിച്ചു. ഞാൻ നമ്പർ ചോദിച്ചപ്പോൾ കൊടുത്തു. പിരിഞ്ഞു. ഒരു വെളുപ്പാൻ കാലത്ത് നടന്ന് അവശനായി വീട്ടിൽ തിരിച്ചെത്തി. ഭാര്യ കൊണ്ടുവന്ന ചായ ചൂടുമാറാതെ കുറേശ്ശെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഖുഷ്ബുവിൻ്റെ ഓർമ്മ വിളിച്ചല്ലോ എന്നോർത്തു. രാവിലെ എണ്ണയെല്ലാം തേച്ചുള്ള കുളിയുള്ളതാണ്. അത് കഴിഞ്ഞ് പത്രമെടുത്ത് വിശദമായി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഫോണിൻ്റെ ബെൽ അടി ശബ്ദം കേട്ടു. ഭാര്യ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് തന്നിട്ട് പറഞ്ഞു, ചെന്നൈയിൽ നിന്ന് ഖുഷ്ബു വിളിക്കുന്നു. ചെന്നൈയിൽ നിന്നൊന്ന് ഭാര്യയുടെ വാക്ക് കൂട്ടിയതാണ്. ഖുഷ്ബുവും ഒരു നാടകളി തുടങ്ങിയിരുന്നു. കുട്ടികളെ നാടകം എന്ന കലാരൂപത്തിലേക്ക് അടുപ്പിക്കുകയും അവർക്ക് അതിനുള്ള ശിക്ഷണം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ആ പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അവരുടെ ആദ്യ നാടകമായ ചെമ്പരത്തിക്ക് വേണ്ടിയായിരുന്നു ജോണിനെ വിളിച്ചത്. നാടകരംഗത്ത് പഠിക്കുമ്പോൾ തന്നെ പ്രസിദ്ധനായിരുന്നു ജോൺ. പിന്നീട് ഡൽഹിയിൽ ഔദ്യോഗിക ജീവിതത്തിനിടയിലും നാടക പ്രസ്ഥാനങ്ങളുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നു. അങ്ങനെ പ്രൊഫഷണലായ ജോണിനെ കിട്ടിയതോടെ ഖുഷ്ബുവിൻ്റെ നാടകക്കളരിക്ക് വലിയൊരു ഉണർവും മുന്നേറ്റവും ഉണ്ടായി. നാടകത്തിന്റെ എല്ലാ വശങ്ങളും അപഗ്രഹിച്ചുകൊണ്ട് നാടകം ഒരു പ്രൊഫഷണൽ രൂപത്തിലേക്ക് ജോണിന്റെ സഹായം കൊണ്ട് മാറ്റുവാൻ കഴിഞ്ഞു. അവരുടെ ഷോ തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ അവരെ ഞെട്ടിച്ചേർന്നു. പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു ജനങ്ങൾ. തൽഫലമായി കൂടുതൽ ബുക്കിംഗ് എടുക്കുവാൻ തുടങ്ങി. ഖുഷ്ബുവും ജോണുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി. അവർ പലപ്പോഴും തങ്ങളുടെ ക്ലാസ്സിലുണ്ടായിട്ടുള്ള ഓരോ തമാശകൾ പറഞ്ഞു ചിരിക്കുകയും ചെയ്തിരുന്നു. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബസ്സിൽ വെച്ച് ഖുഷ്ബു ഛർദ്ദിക്കാൻ തുടങ്ങി. അത് കണ്ട് ബസ്സിലുണ്ടായിരുന്ന ചിലർ അർത്ഥം വെച്ച് ചിരിക്കുവാൻ തുടങ്ങി. സമയം പോകുന്തോറും അവളുടെ ഛർദി കൂടി വന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തി ഡോക്ടറിനെ കണ്ടു. അത്യാവശ്യമായ ട്രിപ്പ് കയറ്റി. മറ്റുള്ളവർ ബസ്സിൽ തന്നെ കിടന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് കാണുന്ന നേഴ്സ് ഓടി വന്ന് പറഞ്ഞു, ഖുഷ്ബുവിന് സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. ആംബുലൻസിൽ അവളോടൊപ്പം ഒരു സ്ത്രീയും ജോണും കയറിപ്പോയി. വൈകാതെ ആ ന്യൂസ് നാട്ടിൽ പരന്നു. ഖുഷ്ബു മരിച്ചു. മരണകാരണം ഫുഡ് പോയിസൺ. ആ ട്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി. അവർ തമ്മിൽ പറഞ്ഞു, ഒരിക്കലും അവൾക്ക് മാത്രം പോയിസൺ ഏൽക്കുവാൻ സാധിക്കില്ല. കാരണം ഭക്ഷണം എല്ലാവരും ഒരുമിച്ചാണ് കഴിച്ചിരുന്നത്. ഖുഷ്ബുവിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. സംസ്കരിച്ചു. സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഗംഭീരമായ യാത്രയ്ക്കും നൽകി. പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ നാടക പ്രവർത്തകരെ കൂട്ടമായിട്ടും ചിലരെ ഒറ്റയ്ക്കും ചോദ്യം ചെയ്തു തുടങ്ങി. അവരുടെ അന്നത്തെ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഭക്ഷണം വാങ്ങിയതും കഴിച്ചതും എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അവരെല്ലാം ഒഴിവാക്കി വിട്ടു. നാടകക്കളരി പ്രവർത്തിക്കാതെയായി. എങ്കിലും അവർ ഇടയ്ക്ക് യോഗം ചേർന്നിരുന്നു. അതിൽ അഭിനയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഒരു അഭിപ്രായം പറഞ്ഞു, നമ്മളുടെ പ്രസ്ഥാനം ഇത്ര വലുതാക്കി കൊണ്ടുവന്ന ചേച്ചിയുടെ ആത്മാവ് ഇത് കണ്ടാൽ പൊറുക്കില്ല. അവർ വിങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാവർക്കും അത് തന്നെയായിരുന്നു അഭിപ്രായം.
പക്ഷെ അത് പറയുവാൻ ആരുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചെറുപ്പക്കാരൻ നാടക ഗ്രൂപ്പിന്റെ സാരഥിയായി. വീണ്ടും റിഹേഴ്സൽ തുടങ്ങി, ബുക്കിങ്ങുകൾ വന്ന് തുടങ്ങി. അപ്പോഴാണ് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചെറുപ്പക്കാരനെ വിളിച്ച് സ്വകാര്യമായി സംസാരിക്കുകയും അവർ ഒരുമിച്ച് പോവുകയും ചെയ്തത്. അതിൽ ആർക്കും ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. അടുത്ത ദിവസം പോലീസ് ജീപ്പിൽ അവനെ വിലങ്ങ് വെച്ചുകൊണ്ട് വന്ന് തെളിവെടുപ്പ് ആരംഭിച്ചപ്പോഴാണ് എന്തു കുറ്റമാണ് അവൻ ചെയ്തതെന്ന കാര്യം നാട്ടുകാരെ ഞെട്ടിച്ചത്. ഖുഷ്ബുവിന്റെ കൊലപാതകമായിരുന്നെന്നും ഇവനായിരുന്നു അതിന് പിന്നിൽ കളിച്ചതെന്നും അറിയുന്നത്. പോലീസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഖുഷ്ബുവും ഈ ചെറുപ്പക്കാരനും തമ്മിൽ 30 വയസ്സിന്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും വിധവയായ അവരും ഇവനും തമ്മിൽ അനിരുദ്ധരായിരുന്നു. കുട്ടികളില്ലാതിരുന്ന ഖുഷ്ബുവിന്റെ സ്വത്തുക്കളായിരുന്നു ഇവന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഇവൻ അവരുമായി അടുക്കുകയും അവരോടൊപ്പം താമസിക്കുകയും പതിവുണ്ട്. അവൻ നിർബന്ധിച്ച് രജിസ്റ്റർ വിവാഹം ചെയ്യാനായി പ്ലാനിട്ടെങ്കിലും പുതിയതായി കണ്ടുമുട്ടിയ ജോണുമായി അവർ അടുക്കുന്നത് അറിയുകയും രജിസ്റ്റർ വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് പറയുകയും അവനിൽ നിന്ന് അകലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ അവളെ വകവരുത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുവേണ്ടി അവൻ അവളുടെ ജ്യൂസിൽ ചെറിയ അളവിൽ പോയിസൺ ചേർത്ത് കുറേശ്ശെ അവളുടെ മരണം ഉറപ്പിക്കുകയായിരുന്നു. ഖുഷ്ബുവിന്റെ ഓർമ്മയിൽ നാടകളരി വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ട് ജോൺ പുതിയ സാരഥിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോറി എസ് കെ വടക്കൻ.